ഗായ്സ് ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എല്ലാവരും ഭയങ്കര ഓരോ പണിയിലാണ്. ഇവിടെ ഒരാള് പരിപ്പോട ഉണ്ടാക്കുന്നു, മമ്മി വീട് അടിച്ചുമായിരുന്നു, വേറൊരാൾ ഇവിടെ അരി കഴുകുന്നു. എല്ലാവരും ഭയങ്കര ഓരോരോ പണികളാണ്. ഒരാൾ അരി കഴുകുന്നു, ഒരാളിവിടെ അടുപ്പ് കത്തിച്ച് നെയ്ച്ചോറ് കുക്ക് നമ്മുടെ മെയിൻ ആള്. നെയ്ച്ചോറിനുള്ള പരിപാടി. നെയ്ച്ചോറാ? നെയ്ച്ചോറിന് നെയ്യൊക്കെ ഒഴിച്ച് സെറ്റപ്പാക്കി കൊടു. പരിപാടി ഇഷ്ടമാണ്. നമ്മളിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് നമ്മളിങ്ങനെ സെറ്റപ്പാക്കി നിൽക്കുന്നു. അതാണ് നമ്മുടെ പണി. നമ്മൾ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അരിയൊക്കെ കഴുകി അരിയൊക്കെ കഴുകി ഇനി ഇതെടുത്തിട്ട് അതിനകത്തിട്ട് നെയ്യ് ഒഴിക്കും. എണ്ണയാ? ഓയിലാ? എന്നാ ഓയിൽ. അയ്യോ ഭയങ്കര തണുപ്പാട്ടോടെ. ഇറ്റ്സ് വെരി കോൾഡ് യാ മാൻ, വെരി കോൾഡ്. അയ്യോ. സോ ഗൈസ്, നമ്മളിവിടെ വേറൊരു അടിപൊളി ടിപ്പ് കണ്ടിട്ടുണ്ട്. അതായത് കുക്ക് ചെയ്യുന്നവർ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ടിപ്പാണ്. നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടോ, നമ്മുടെ കുക്ക് ചെയ്യുന്ന, അതായത് ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ സൈഡിൽ ഇതേപോലെ നമ്മളിങ്ങനെ മണ്ണിങ്ങനെ ജസ്റ്റ് നല്ല മണ്ണിങ്ങനെ തേച്ച് വെക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുന്നത് അപ്പോൾ കാണിച്ചിട്ട് ഇതിനു മുമ്പ് തേച്ച് വെച്ച ഒരെണ്ണത്തിൽ കഴുകുമ്പോൾ നമുക്ക് ആ ഒരു കരി പിടിക്കാണ്ടിരിക്കും. കണ്ടോ പെട്ടെന്ന് വരുന്നുണ്ടോ, ഇളകി വരുന്നുണ്ടോ കരി? ഇതിന് വേണ്ടിയിട്ടാണ് ആ സൈഡിൽ ചെളി വെക്കുന്നത്. ചെളി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകുമ്പോൾ വളരെ ഉപകാരമാണ്. പിന്നെ പെട്ടെന്ന് ചെളി വരികയും അധികം കരി പാത്രത്തിൽ പിടിക്കാണ്ടിരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നൈസ് ടിപ്പാണ്. അപ്പോൾ ആർക്കൊക്കെ യൂസ്ഫുൾ ആവും അവരൊക്കെ ചെയ്തു നോക്കുക. സോ ഗൈസ്, അനദർ തിങ് ഇസ് ഹാപ്പനിങ്. ലെറ്റ്സ് സീ. എണ്ണ വെച്ച് കുളിപ്പിക്കണം ഗൈസ്. ദീപാവലി സ്പെഷ്യലാ. കണ്ണിൽ കണ്ടോ? അയ്യോ കണ്ടുപോയി. അയ്യോ ഇപ്പൊ നീറുന്നുണ്ട്. അയ്യോ കണ്ണു തുറക്കാൻ വരുന്നത്. വേണം അങ്ങനെ തന്നെ വേണം. നീരാട്ടി വിട്ടേ. അതെ കൊറേ ആക്കിയതല്ലേ. ഒന്ന് മോള് പോയി നോക്കിയേ. അയ്യോ കണ്ടു തുറക്കാൻ പറ്റുന്നില്ല. അയ്യോ പിന്നല്ല എനിക്കൊന്നായില്ല. കൊറേ ഒഴിച്ചു കൊടുത്ത 3 ട്രിപ്പ് പേടിക്കണ്ട, എല്ലാം പുറത്തു വന്നോളൂ. 3 ട്രിപ്പ് ഒഴിച്ചൊഴിച്ചും കൊടുത്തു. നീർന്നില്ല. അപ്പൊ പിന്നെ ഒഴിച്ചു. ഒരു സൂത്രം കാണിച്ചിടാവേ. എങ്ങനെയുണ്ട്? നല്ല സുഖടാ. കണ്ണിനൊക്കെ എന്താ സുഖമാണ്. നല്ല കുളിർമള. പിന്നെ എന്തിനാ വെള്ളം വരെ കണ്ണിന്ന്? കട കുളിർമള വരെ. കുളിർമള. അയ്യോ നല്ല സുഖം. ചെവിയിൽ വയ്ക്കണോ? ചെവിയിൽ ഒഴിക്കോ? എടാ എന്നാ അതൊന്ന് വെച്ചോ. അതെനിക്ക് നിനക്ക് ഒഴിക്കാൻ അറിയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞതാ. എല്ലാമേ വാങ്ങിച്ചിപ്പോ എന്റെ കളർ. அப்போ அந்த கதவு திறந்து விடுனால ஏதோ நீ அந்த புள்ளைய வெறுப்பேத்துறது கடை இதெல்லாம் எடுக்கிற. ஐயே എന്താ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ
എന്നാ കുടുങ്ങിയില്ലാതെ നീ കാണിച്ചില്ല. പിന്നെന്താ നല്ലത് താത്തേ. കരി പിടിക്കുന്ന ഓരോരുത്തർ ചെയ്യണോ? അത് ഞങ്ങള് ചെറിയ ആളാണോ തന്നെ ഇതണോ? ഓ വെച്ചോ വെച്ചോ. പിന്നെ കാണുന്നുണ്ടോ? ഈയടാ പുട്ട് വെക്കില്ല. എനിക്കോട് എനിക്കോട് മമ്മി നല്ലല്ലേ? തിങ്കി തിങ്കി ഹെയർ കെട്ടിയത് നല്ല രസമുണ്ടല്ലേ? ഈ കളറ് പച്ച കളർ ഞാൻ ഇടാറില്ല. സോ ഇത് പ്രത്യേകിച്ച് ഫോഴ്സ് കിട്ടുന്നത്. കുളി കഴിച്ചപ്പോഴേക്കൊരു ഫ്രഷ്നെസ്. ഐ ഫീൽ സംതിങ് ലൈക്ക് ഫ്രഷ്നെസ്. ദിസ് ഈസ് എക്സ്ട്രാordinary. എനിക്ക് വേണ്ട. எங்க இருக்காங்களா? ചുമല വേണ്ട. മതി മതി മതി. എടുക്കട്ടെ, ഇതൊക്കെ ഇനി എപ്പോഴേലും കിട്ടുമോ? ഈ തട്ട്
இந்த அந்த செட் அப்படி தூக்கிட்டு இலை போட்டுலாம் அதை ஃபுல்லாக அந்த தட்டை தூக்கிட்டு தட்டை அப்படியே மொத்தம் எடுத்து அது கூட எங்கே வச்சிரு மாற்றி இங்கே வைக்காத பெயிண்ட் ஒரு ரூபா அதுவும் கொடுவி அந்த ரூபா எங்கே உடஞ்சி தட்டிட்டு இங்கே ஒரு ரூபா எங்கே வரமா கொடுவி எங்கப்பா அவ்வளோதான் மதி அவ்வளோதான் எத்தனை എത്രയുള്ളോ? സോ ഹെവി ഗൈസ് നമ്മൾ ഫുഡേക്കാണ് ചിക്കൻ നെയ്ച്ചോറ് ഉപ്പ് പാറ്റിക്കില്ല വടയില്ല വട സെറ്റാ വട വട വേണമെങ്കിൽ എടുത്തോളി മുറുക്ക് വേണമെങ്കിൽ എടുത്തോളി മട്ടൻ വേണ്ട ഇവിടെ സൈഡിൽ ഇനി ലെറ്റ്സ് ഈറ്റ് ഗൈസ്. ഞാൻ ഷർട്ട് മാറി, എനിക്ക് ആ ഷർട്ട് അത്ര ഇഷ്ടപ്പെട്ടു. Oh guys, it's a heavy food. വയറ് നിറഞ്ഞു ഗൈസ്. അയ്യോ അടുത്ത് വയറ് ഫുള്ളായി. അമ്മേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. എടാ അടിച്ചിട്ടൊന്നും നോക്കിയില്ല. സോ ഇനി ഒരു നല്ലൊരു സ്ലീപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ കുശാൽ. സോ see you guys. I'm gonna sleep now. So good night. ബീരൻ സൂരൻ പിന്നെയും ചമ്മി പോയി ഗൈസ്. തീപ്പെട്ടി അയ്യോ പോയി ട്രൈ 3. തിരിച്ചു വെച്ചുകൂടൊക്കെ അത് പറഞ്ഞല്ല. അപ്പോൾ തിരിച്ചു വെച്ചിരിക്കുന്നത്. അയ്യ അപ്പോൾ so guys, here we look at this. Look at this man. ഇതൊക്കെ നമ്മൾ ആ പൊട്ടിച്ച സാറാണ് ഗൈസ്. ഒരേ പവർ ബോർഡ് ഗൈസ്. ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങോട്ട് ഫുള്ള് നമ്മൾ പൊട്ടിച്ചേക്കാണ്. ഏകദേശം 2 ലക്ഷം രൂപയുടെ പുറക്കം ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മോനെ വീണ്ടും സാധനം ഒന്നായില്ല. അതായത് നമ്മുടെ ലാസ്റ്റ് ആണ്. വെട്ടിയൊക്കെ കഴിഞ്ഞ് വലിയ പെട്ടി ഉണ്ടായിരുന്നു. പെട്ടിയ ഇത് ലാസ്റ്റ് സെക്ഷനാണ്. അടുപ്പിച്ചടിപ്പിച്ചിട്ട് വീതി കളഞ്ഞത്. അയ്യോ ഒപ്പട്ടം വരെ മുഴക്കോ. എന്താ അയ്യോ അമ്മേ. അയ്യോ
പള്ളിപ്പെരുന്നാൾ അവസ്ഥയല്ലേ? ഈ ഇത്ര ഒന്നും പള്ളിപ്പെരുന്നാളൊന്നുമില്ല. പള്ളിപ്പെരുന്നാൾ ഒരു 4 ഗുണ്ട്, അല്ല മറ്റേ 4 വേണം, അത്രേ ഉള്ളൂ. ഇത് ചെറിയ ഗുണ്ട്. സീക്കിരം വന്നിരുന്നേ, അത് തിരി ചെറുതല്ലേ? പെട്ടെന്ന് വരും. ഒച്ച അത്രയ്ക്ക് ഉണ്ടാവില്ല. മണീൻ്റെ അവിടെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കാൻ എനിക്കറിയാം. അപ്പോൾ അത് ഉണ്ടാക്കൂടാ, മറ്റേ ബാറ്ററി ഇല്ലേ, ബാറ്ററീൻ്റെ മറ്റേ വാച്ചിലിടുന്ന ബാറ്ററി, അതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. പൊടിച്ചാറിനെ ലാസ്റ്റ് വെടി. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ദീപാവലി, ഹാപ്പി ദീപാവലി, ഹാപ്പി ദീപാവലി. അടുത്ത കൊല്ലം കാണാതെ, അടുത്ത കൊല്ലം തീർന്നു, എല്ലാം തീർന്നു. ഇല്ല, ഉണ്ട് ഇതിനകത്തുണ്ട്, മറ്റേ സാധനം ഉണ്ട്. ഇതാ ഇത് പൂത്തിരിയ, ഇതേതാ, ഇത് ചെറുതാ? അതന്നെ അതന്നെ, ചെറുതിൻ്റെ സെക്ഷൻ. അതാ പഞ്ചായത്തിന് ആള് വരുമോ അതോ പേടി? സുഭാഷേ അപ്പോഴുള്ള സ്വന്തം പടങ്ങും ദീപാവലിക്ക് തന്നെ. അപ്പോൾ ടൗണിലെ അത് എന്നെ തള്ളുവീങ്ങ. നയകര ഏതാ മോനെ സാധനം? ഇവർക്ക് ചെവിയിലൊന്നാവുന്നില്ല, ഈ അടിക്കുന്നത്. എടാ ഇത് മിഞ്ഞ തുടങ്ങി പൊട്ടിക്കല് വീട്ടില്, മിഞ്ഞ അന്ന് പൊട്ടിക്കല് സാധനം തീരണ്ടേ? 30 ബോക്സ് കൊണ്ടുവന്നത് എൻ്റെ അമ്മോ. തീരണ്ടേ? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കൂട്ട് 3 ഏത്? അതല്ല ഇതല്ല, ഇത് പുറത്ത് വീട്ടിൽ വെച്ച് പൊടിച്ചിട്ടേ ലാസ്റ്റ് ചീറ്റി പോയി. വേറൊന്നുമില്ലല്ലോ. ലാസ്റ്റ് ഫൈനൽ പറഞ്ഞു നിൽക്കണ്ട. അടുത്ത ദീപാവലി കത്തി ആരെ കത്തി കത്തി ഒരാൾ കത്തി, പിന്നെ ജോയിൻ്റ് ആക്കാം നമുക്ക്. ഒരാൾ കത്തി. അടുത്ത ദീപാവലി നമുക്ക് എൻജോയ്മെൻറ്റ് பண்ணலாம். നീ സാറേ ഞാൻ വയനാട്. ലീവ് ആയിരിക്കും അല്ലേ? പുൽപ്പള്ളി അല്ല, ലീവൊന്നുമല്ല, പണിയൊന്നുമില്ല, വെറുതിരിക്കുന്നത്. കയ്യിലായില്ലേ സുഭാഷ്? അയ്യോ ചീറ്റിപ്പോയി. ഇല്ല. ഹാപ്പി ദീപാവലി ഗൈസ്.